കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. അലയമൺ പഞ്ചായത്തിലെ കരുകോൺ ഭാഗത്തു നിന്നും വീണ്ടും കഞ്ചാവ് പിടികൂടി. തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച 2 കിലോ കഞ്ചാവ് പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ആവശ്യക്കാർക്ക് നൽകാൻ കഴിയും വിധം കുഴിച്ചിടാൻ ശ്രമിക്കവെയാണ് വയോധികയെയും ഇവരുടെ സുഹൃത്തിനെയും റൂറൽ ഡാൻസ് ഓഫ് സംഘവും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടിയത്. നിരവധി കഞ്ചാവ് കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള കരുകോൺ ഇരുവേദിക്കൽ ചരുവിള പുത്തൻ വീട്ടിൽ 66 വയസ്സുള്ള കുൽസം ബീവി, അലയമൺ കുട്ടിനാട് സുജാ ഭവനിൽ 58 വയസ്സുള്ള രാജകുമാർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുൽസും ബീവിയുടെ വീട് കേന്ദ്രീകരിച്ച് ഡാൻസ് ഓഫ് സംഘം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി എത്തിച്ച കഞ്ചാവ് വീടിന് സമീപത്തായി കുഴിച്ചിടാൻ ശ്രമിച്ചത്. വീട് വളഞ്ഞ പോലീസ് സംഘം ഇരുവരെയും കഞ്ചാവ് ഉൾപ്പെടെ പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇവരുടെ വീടിന് സമീപത്ത് നിന്നും 1.25 കിലോയോളം കഞ്ചാവുമായി പുനലൂരിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന ഏരൂർ സ്വദേശിയെ പോലീസ് സംഘം പിടികൂടിയിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കഞ്ചാവ് വാങ്ങാൻ കുൽസും ബീവിയുടെ വീട്ടിലെത്തിയ സംഘം വിലയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ കുൽസും ബീവിയുടെ വീടടിച്ച് തകർക്കുകയും ഇവരെ മാരകമായി അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങളായി ഇവരും ബന്ധുവായ മറ്റൊരു സ്ത്രീയും കൂടി നടത്തിവരുന്ന കഞ്ചാവ് ഇടപാട് പ്രദേശത്തിന്റെ സമാധാനാന്തരീക്ഷം തന്നെ താറുമാറാക്കിയിരിക്കുകയാണ്. പോലീസും എക്സൈസും നിരവധി തവണ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുള്ള ഇവർ ജാമ്യത്തിൽ പുറത്തിറങ്ങിയാൽ വീണ്ടും കഞ്ചാവ് വിൽപ്പന തുടരും. കഴിഞ്ഞ ദിവസം പിടികൂടിയ കുൽസും ബീവിയെയും രാജുവിനെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. SI-മാരായ മോനിഷ്, ബാലാജി, ASI സന്തോഷ് ചെട്ടിയാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രജീഷ്, അനീഷ്, വനിതാ സിവിൽ പോലീസ് ഓഫീസർ നവീന എന്നിവരടങ്ങുന്ന സംഘമാണ് കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത്. നാട്ടുവാർത്ത, അഞ്ചൽ.